മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, യേശുവിൻ്റെ ജ്ഞാനസ്ഥാനം. ഈ വചനത്തിലൂടെ യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്ത് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു. നാം ഈ ഭൂമിയിലേക്ക് ജനിക്കുവാനായിട്ട് ദൈവം വിളിച്ചതാണ്. ആ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചത് നമ്മളുടെ ഗുണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കൊണ്ടോ അല്ല. ദൈവം നമ്മളെ വിളിക്കുന്നുണ്ടെങ്കിലും നാം ആ വിളി കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നാമാണ് തീരുമാനിക്കേണ്ടത്. നമ്മളിൽ ജ്ഞാനസ്നാനം നൽകി കഴിയുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. പിന്നീടുള്ള നമ്മളുടെ ഓരോ പ്രവർത്തന മേഖലയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുവാനായിട്ട് കർത്താവ് സ്ഥാപിച്ച സഭയിലൂടെ, കൂദാശകളിലൂടെ നമ്മൾക്ക് ദൈവം വളരെയധികം അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ തിരുസഭയെ നയിക്കുന്ന പലരും ആ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയന്മാരും വൈദികരുമെല്ലാം സഭയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ദൈവജനം ഉണരണം. കാരണം നാമും രാജകീയ പുരോഹിത ഗണവും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനവുമാണെന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. നാം വിശുദ്ധ ഗണമാണ്. ആ വിശുദ്ധി നഷ്ടപ്പെടുവാൻ ഒരിക്കലും നാം ഇടവരുത്തരുത്. നമ്മളെ ദുഷ്പ്രേരണയിൽ നയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും അകന്നു നിൽക്കുക. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ വരികയും കർത്താവ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുകയും സ്വർഗരാജ്യം കരസ്ഥമാക്കുവാനും നമുക്ക് കഴിയും. അതിനുള്ള കൃപകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.